ഇന്ന് നമ്മൾ ഒരു പുതിയതല്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സുഖിയൻ എന്ന് പറയും. അപ്പോൾ ഇതൊരു 1/4 കിലോ അധികമായിട്ട് ഇത് ചെറുപയറുണ്ട്. ആ ചെറുപയർ 1/4 കിലോ ചെറുപയറിൽ അധികമുണ്ട്. കറിക്കെടുത്തതിന് ശേഷം വെച്ചതാണ്. അപ്പോൾ ഇതുകൊണ്ടൊരു രാവിലെ ഒരു ഡിസംബറൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ഒരു മധുര പലഹാരം ഉണ്ടാക്കി കഴിച്ചേക്കാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എടുത്ത് നമ്മളെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്താണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാവർക്കും സുപരിചിതമാണ്. കടകളിലെ ഈ കാപ്പിക്കടകളിലൊക്കെ അലമരകളിലൊക്കെ ഈ വിഭവം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വായിലൊക്കെ വെള്ളം ഊറും. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്, മധുരമുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലുള്ളവരും ഇത് വളരെയധികം കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ പ്രിപ്പയർ ചെയ്യാറ്, വലിയവരെ അല്ല. കാരണം മധുരം ഉള്ളതുകൊണ്ട്, നല്ലവണ്ണം മധുരം ചേരുന്നതായതുകൊണ്ട് കുട്ടികൾക്കാണ് കൂടുതലും. പിന്നെ വലിയവരും കഴിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തലേദിവസമേ കുതിർത്ത് വെച്ചിട്ട് വലിയ രീതിയിൽ ഇത് കണ്ടോ, ഇങ്ങനെ വലിയതായിട്ട് കൂടുതലായിട്ടൊന്നും വെന്ത് പോകരുത്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇത് ശരിയാക്കി വെച്ചിരിക്കുന്നു. അതിന് ചേരുവയാണ് ഇത്. ഞാൻ അധികം ഒന്നും എനിക്കുള്ളത് മാത്രമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്രയും മാത്രമേ ശർക്കരയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് ആവശ്യത്തിന് മധുരം നമ്മൾ എത്രത്തോളം മധുരം വേണോ അത്രത്തോളം മധുരം നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റും. അപ്പം പിന്നെ അതിന് ഒരു മുറി തേങ്ങ ഇത് ചിരണ്ടി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. പിന്നെ ഈ ഇരിക്കുന്നത് നല്ല ജീരകമുണ്ട്, പെരിഞ്ജീരകമുണ്ട്. അപ്പം ചിലർ പെരിഞ്ജീരകം മാത്രമേ ചേർക്കൂ, ചിലർ നല്ല ജീരകം മാത്രമേ ചേർക്കൂ. ഞാനിത് രണ്ടും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലക്ക ഒരു 3-4 എണ്ണത്തോളം എടുക്കുന്നുണ്ട്. ഇതുമെല്ലാം ഒന്ന് പൊടിച്ചെടുക്കും. ഈ ജീരക ഐറ്റങ്ങളെല്ലാം പൊടിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ബാക്കി നമുക്ക് ഇത് സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഈ കാണുന്ന സ്പൂണിന് ഒരു 4-5 സ്പൂണോളം മൈദാമാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ഈ സ്പൂണിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ബാലൻസ് ഇതൊന്നും എടുക്കാൻ വേണ്ടി ഇത്രയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെരുംജീരകവും ജീരകവും ഏലക്കായും കൂടെയുള്ള പൊടി അതുകൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് വളരെ കുറച്ച് വെള്ളത്തിൽ എടുക്കണം, അല്ലെങ്കിൽ വെള്ളം നീണ്ടു പോകാനിടയാകരുത്. വളരെ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നീണ്ടുപോയാൽ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പ്രയാസം വരും. അതുകൊണ്ട് ഞാനത് കാണിക്കുകയാണ്. ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് അതിനെ ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഇത് വളരെ 2 കൈ കൊണ്ട് നല്ല ബലമായിട്ട് നന്നായിട്ട് ബലം ഉപയോഗിച്ച് തന്നെ ഉരുളയാക്കി എടുത്തില്ലെങ്കിൽ എണ്ണയിലിടുമ്പോഴത്തേക്ക് ഇത് രണ്ടും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇനി എണ്ണ ചൂടായിട്ട് എണ്ണയ്ക്കകത്തോട്ടിടുകയാണ് ചെയ്യുന്നത്, ഈ ബാറ്റർ തയ്യാറാക്കിയിട്ട്. അപ്പോൾ ഈ ബാറ്റർ ഇതായിട്ടില്ല, ഞാൻ ഒന്നുകൂടെ ആക്കിയിട്ട് ഒന്നുകൂടെ ലിക്വിഡ് ആക്കണം. അതിന് ശേഷം ഞാൻ ഇത് ഇടുമ്പോൾ ഫൈനലായിട്ടുള്ള കാണാൻ പറ്റും. എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. പുക കാരണമാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇതിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കണ്ടല്ലോ, ഇതാണ് എൻ്റെ ബാറ്ററി. വളരെ തിക്കായിട്ടുള്ള ബാറ്ററി ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം അധികം എടുത്തിട്ടില്ല. കാരണം അറിയാമല്ലോ, ഇത് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് പറ്റാതെയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അറിയാവുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന എന്താണെന്നൊന്നുകൂടെ പറയാം. മൈദയുണ്ട്. ഈ സ്പൂണിന് അതിനകത്ത് കിടക്കുന്ന സ്പൂണിൽ 4-5 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മാത്രം ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവും ഏലക്കായും പെരുംജീരകവും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അല്പം ചേർത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഉണ്ടോ, ഇതിൽ മുക്കിയാണ് അതിനകത്ത് ബാറ്റർ ചെയ്യുന്നത്.
എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. കണ്ടോ, നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. ഇങ്ങനെയാണ് നമ്മളത് സൂക്ഷിച്ചും ചുട്ടെടുക്കുന്നത്. എന്നാൽ തിക്കായിട്ട് മാവ് ഇരുന്നെങ്കിൽ മാത്രമേ, ബാറ്റർ ഇരുന്നെങ്കിൽ മാത്രമേ ഇതുപോലെ അതേ തന്നെ പിടിച്ച് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിടിക്കത്തില്ല. ഇനി ഇതെല്ലാം ഒന്ന് ചുട്ടിട്ട് നമുക്ക് കാണാം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് എണ്ണ നന്നായിട്ട് തിളച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്ര വേഗത്തിൽ ക്വിക്കായിട്ട് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ തറവാട്ടിലുള്ളവരൊക്കെ ഈ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉത്സാഹിക്കുന്നത്. കാരണം കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു മധുര പലഹാരമാണ്. കണ്ടോ, ഇത് ഇത്രയുമാണ്. ഇതൊരു 1/4 കിലോയിലധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കുവിൻ. എല്ലാവർക്കും ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.